പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ രാജത്വ തിരുനാളാണ്. നവംബറിലെ അവസാന ഞായറാഴ്ചയാണ് സാധാരണ യേശുവിൻ്റെ രാജത്വ തിരുനാളായി ആഘോഷിക്കുക. ക്രിസ്തു രാജൻ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഈ രാജത്വത്തിൻ്റെ സവിശേഷതകളിലേക്ക് കടക്കുന്നതിന് മുൻപേ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18 തിരുവചനങ്ങൾ 33 മുതൽ 38 വരെ. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? ദൈവവചനമാണ് നാം കേട്ടത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ, ആരാധനാക്രമ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ തിരുനാളാണ് ക്രിസ്തു രാജ തിരുനാൾ. ആഗമനകാലം ആരംഭിക്കുന്ന ഡിസംബർ 1 തീയതി ആരംഭിക്കുന്ന ആഗമനകാലം അത് അവസാനിക്കുന്നത് ആരാധന വർഷത്തിൻ്റെ അവസാനം നവംബർ മാസത്തിലാണ്. നവംബർ മാസം അവസാനത്തെ ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാളായി ആഘോഷിക്കുകയാണ്. ആദ്യമേ ഈ രാജത്വ തിരുനാളിൻ്റെ അല്പം ചരിത്രം, അതിനുശേഷം ഈ ക്രിസ്തുരാജനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ രാജാവായി ഏറ്റുപറയുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ബൈബിൾ പശ്ചാത്തലം, അതിന് ഇന്നത്തെ പ്രസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ പ്രായണ വളരെ പുതിയതാണ്. 1925 പിയൂസ് 11 മാർപ്പാപ്പയാണ് ഇപ്രകാരം ഒരു തിരുനാൾ ആഗോള സഭയ്ക്ക് വേണ്ടി നിശ്ചയിച്ചത്. അതിന് പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമായും 2 സാഹചര്യങ്ങൾ. ഒന്ന്, റോമ സഭയ്ക്ക് നഷ്ടപ്പെട്ട അധികാരം. 2, അന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന റാഷണലിസം അഥവാ യുക്തിവാദം, അതുപോലെ സെക്യുലറിസം. ഈ 2 സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ ക്രിസ്തു രാജൻ്റെ തിരുനാൾ മനസ്സിലാക്കാൻ. കുറേയേറെ കാലമായി റോമ മാർപ്പാപ്പ വലിയ ഒരു ഭൂവിഭാഗത്തിൻ്റെ അധിപനും കൂടിയായിരുന്നു. രാഷ്ട്രീയ അധികാരം. ഈ രാഷ്ട്രീയ അധികാരം റോമ സഭയ്ക്ക് നഷ്ടപ്പെടുന്നത് 1870-ലാണ്. ഇറ്റലിയിൽ ടൂറിനിൽ ആസ്ഥാനമാക്കിയുണ്ടായ രാജഭരണം അത് ഇറ്റലിയിലെ ചെറിയ ചെറിയ രാജ്യങ്ങളെയെല്ലാം കീഴടക്കി അവസാനം 1870 ഗരിബാൾഡി എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ സൈന്യം റോമിൽ പ്രവേശിച്ചു. അതോടുകൂടി റോമ സാമ്രാജ്യത്തിൻ്റെ മേലുള്ള കത്തോലിക്ക സഭയുടെ ഭരണം അവസാനിക്കുകയായി. 1870 1-ാം വത്തിക്കാൻ സോനഹദോസ് സമ്മേളിച്ചു. ഒറ്റ വർഷം കൊണ്ട് ആ സോനഹദോസ് നിർത്തിവെക്കേണ്ടി വന്നു. കാരണം റോമിന് സഭയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അങ്ങോട്ട് വലിയ സംഘർഷമായി, ആന്തരികമായ സംഘർഷം. ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായി ഒരു ഐക്യത്തിലേക്ക് വരാൻ മാർപ്പാപ്പമാർക്ക് സാധിച്ചില്ല. പല ശ്രമങ്ങളും നടന്നു അധികാരം പിടിച്ചെടുക്കുന്നതിന്, പക്ഷേ അത് എല്ലാം പരാജയപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തോടൊപ്പം മറ്റൊന്നുകൂടി സംഭവിച്ചു. വളരെ ശക്തമായ സെക്യുലർ മേഖലയിൽ നിന്ന്, ഭൗതിക മേഖലയിൽ നിന്ന് വളരെ ശക്തമായ കടന്നാക്രമണങ്ങളുണ്ടായി, യുക്തിവാദത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും. ഈ സാഹചര്യത്തിൽ റോമ സഭയുടെ പ്രത്യേകമായൊരു നിലപാട് ഒരുപക്ഷെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനും എന്താണ് സഭയുടെ നിലപാടെന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നതായിരുന്നു ഇത് വേണം കണക്കാക്കാൻ. ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ കടന്നു വന്ന ചില സാഹചര്യങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മുടെ വേണ്ട എന്ന് വെക്കുക എളുപ്പമായിരുന്നില്ല. പക്ഷേ ദൈവം തന്നെ ചരിത്രത്തിൽ ഇടപെട്ടാണ് സഭയുടെ ഭൗതിക രാഷ്ട്രീയ അധികാരം പിടിച്ചു മാറ്റിയത്. ഈ സാഹചര്യത്തിൽ സഭ ലക്ഷ്യം വയ്ക്കേണ്ടത് ഒരു ഭൗതികമായ അധികാരത്തിലല്ല, ആത്മീയമായ ഉണർവിലാണ്. ദൈവജനത്തെ മുഴുവനും ദൈവോന്മുഖമായി നയിക്കുകയാണ് സഭയുടെ ആത്യന്തികമായ വ്യക്തമായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ ഒരു പുതിയ തിരുനാൾ പ്രഖ്യാപിക്കുകയായി. യേശുവാണ് രാജാവ്. രാജാക്കന്മാർ ധാരാളം ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിലെ രാജാക്കന്മാർക്കെല്ലാം അധിപനായി, രാജാധിരാജനായി ഒരുവനുണ്ട്, യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുക, ആ രാജാവിന് മാത്രം കീഴ്വഴങ്ങുക ആദിമസഭയുടെ നിലപാടിതായിരുന്നു. നമുക്കറിയാം, ഡൊമീഷ്യൻ്റെ കാലത്ത് ഒരു കൽപ്പനയുണ്ടായി, എല്ലാ പൗരന്മാരും ചക്രവർത്തിയെ ദൈവവും കർത്താവുമായി ഏറ്റുപറയണമെന്ന്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും, മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്. ആ ഏറ്റുപറയാൻ വിസമ്മതിച്ചവർ കഠിനമായി പീഡിപ്പിക്കപ്പെടുകയുണ്ടായി.
ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. ആ പശ്ചാത്തലത്തിലാണ് തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം കൂടുതൽ പ്രസക്തമാകുന്നത്. ദൈവത്തെ മാത്രം, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മാത്രം രാജാവായി അംഗീകരിക്കുകയുള്ളൂ എന്ന ആ നിലപാട് ഇന്ന് 20-ാം നൂറ്റാണ്ടിൽ വീണ്ടും ആവർത്തിക്കുകയായി. രാഷ്ട്രീയമായ അധികാരം വിട്ടുകളഞ്ഞതിന് ആത്മീയ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആവശ്യമായി കണക്കാക്കിയ സഭയാണ്. 1925 11-ാം പീയൂസ് മാർപ്പാപ്പ കൽപ്പന പുറപ്പെടുവിച്ചു, യേശു ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കണം. ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ 4 വർഷം കഴിഞ്ഞപ്പോൾ റോമൻ അധിപതിയായ മുസോലിനിയുമായി മാർപ്പാപ്പ ഒരു കോൺകോർദാത്ത് ഒപ്പുവയ്ക്കുകയുണ്ടായി 1929. അതോടുകൂടി ഈ റോമ സഭയും ഇറ്റാലിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം സുഗമമായി ആ ടെൻഷൻ അവസാനിക്കുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ യേശുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് അത്ര വലിയ പ്രസക്തിയുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചരിത്ര സംഭവം എങ്ങനെ തിരുനാൾ കടന്നു വന്നു എന്ന് പറയാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. പക്ഷേ യേശുവിനെ രാജാവായി ഏറ്റുപറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്, എപ്രകാരമുള്ളൊരു രാജ്യത്വമാണ് നമ്മളിവിടെ പ്രഘോഷിക്കുക, അത് അറിഞ്ഞിരിക്കുക ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ് യേശുവിൻ്റെ രാജത്വത്തെക്കുറിച്ചുള്ള പരസ്യമായ പ്രഖ്യാപനം. റോമാ ചക്രവർത്തിയുടെ പ്രതിനിധിയായ ഗവർണർ ഓഫ് പ്രൊക്യുറേറ്റർ ന്യായാധിപനായ ന്യായാസനത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുക, നീ യഹൂദരുടെ രാജാവാണോ? വളരെ നിർണായകമായൊരു ചോദ്യമാണ്, അപകടം പിടിച്ച ചോദ്യവുമാണ്. യഹൂദരുടെ രാജാവാണ് എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിനെതിരായി നിൽക്കുന്ന കലാപകാരി എന്നാണ് അർത്ഥം. ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടതിനാണ് യേശു പറയുന്നത്, നീ തന്നെ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ആയിരിക്കില്ല പറയുക എന്ന് പറഞ്ഞാൽ പീലാത്തോസ് ചോദിച്ചതും യേശു പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. പീലാത്തോസ് രാജാവിനെ കാണുന്നതും യേശു രാജ്യത്വം പ്രഖ്യാപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരുടെ 2 കാഴ്ചപ്പാടുകളാണ്. പക്ഷേ പീലാത്തോസിന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. യേശു ചോദിക്കുന്നുണ്ട്, നീ ഇത് സ്വയമേവ പറഞ്ഞതാണോ അതോ മറ്റുള്ളവരെന്നെക്കുറിച്ച് പറഞ്ഞതാണോ? സ്വയമേവ പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും നീ ആഗ്രഹിക്കുന്ന വിചാരിക്കുന്ന വിധത്തിലുള്ള രാജാവല്ല ഞാൻ. മറ്റുള്ളവർ പറഞ്ഞതാണെങ്കിൽ ഒരുപക്ഷേ യഹൂദരാണ് പറഞ്ഞതെങ്കിൽ അതിനർത്ഥമുണ്ടാകും. പക്ഷേ അതിന് യേശു കൊടുക്കുന്ന മറുപടി വീണ്ടും, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റെതല്ലാത്തൊരു രാജ്യം. അത് പീലാത്തോസിന് മനസ്സിലാവുകയില്ല. ഈ ലോകത്തിനപ്പുറത്ത് എന്ത് രാജ്യമാണ്? മരണത്തിനപ്പുറം ശൂന്യം. ആ ശൂന്യതയിൽ എന്ത് രാജ്യത്വം? യേശു പറഞ്ഞ രാജ്യത്വം എന്താണെന്ന് പീലാത്തോസിന് മനസ്സിലായില്ല. യേശു പറയുന്നുണ്ട് തുടർന്നും, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടുകയില്ലായിരുന്നു, ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ പടയാളികൾ പൊരുതുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സൈന്യമുള്ള രാജാവല്ല ഞാൻ, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോഴും പീലാത്തോസ് വീണ്ടും ചോദിക്കുക, അപ്പോൾ നീ രാജാവാണല്ലേ? അതെ, ആ രാജ്യത്വം ഐഹികമല്ലാത്ത രാജ്യത്വം അത് മനസ്സിലാക്കാനായിട്ട് പീലാത്തോസ് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് ചോദിച്ചെങ്കിലും സത്യത്തിൻ്റെ ഉത്തരം കേൾക്കാൻ അയാൾ കാത്തുനിന്നില്ല. യേശു പറയുന്നുണ്ടല്ലോ, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇവിടെ ഈ രാജ്യത്വത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ജനിച്ചത്, ഈ ഭൂമിയിലേക്ക് വന്നത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. അപ്പോൾ യേശുവിൻ്റെ രാജ്യത്വം എന്നൊരു സത്യത്തിന് സാക്ഷ്യം നൽകുകയാണ്. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. അപ്പോൾ എന്താണ് സത്യം? പീലാത്തോസ് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല, മനസ്സിലാവുന്നില്ല. യേശുവിൻ്റെ ഭാഷ അയാൾക്ക് മനസ്സിലാവുന്നില്ല. സത്യം ഞാനാണെന്ന് പിന്നീട് അതിന് മുമ്പ് യേശു പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാരോട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്താണ് സത്യം? വെളിപ്പെടുത്തപ്പെട്ട സത്യം, യാഥാർത്ഥ്യം. സത്യം ഒന്നേ ഉള്ളൂ, സത്യമേവ ജയതേ എന്ന് പറയും. സത്യം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആവിഷ്കാരമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ മനസ്സിലാക്കാനോ ദൈവത്തിൻ്റെ മാനുഷികമായ ആവിഷ്കാരത്തിന് മനസ്സിലാക്കാനോ കഴിയാതെ പോയ പീലാത്തോസ് അവനെ അവസാനം ശിക്ഷാവിധി ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഇതിലേക്ക് വരുന്നതിന് ഒരു വലിയ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം യഹൂദരുടെ ചരിത്രം തന്നെയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം അവരുടെ ഒരു ജനമായി ആരംഭിക്കുന്നത് മരുഭൂമിയിലാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന് ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. ദൈവമാണ് അവരെ നയിക്കുന്നത്, ദൈവമാണ് അവർക്ക് പ്രമാണങ്ങൾ നൽകുന്നത്, ദൈവമാണ് അവരെ വാഗ്ദത്തഭൂമിയിലേക്ക് നയിക്കുന്നത്, അവർക്ക് രാജാവായി നൽകുന്നത്. അവർക്ക് വേണ്ടതെല്ലാം സംരക്ഷണം നൽകുന്നു, വിമോചിപ്പിക്കുന്നു, ദേശം കൊടുക്കുന്നു, അവർക്ക് വേണ്ട നിയമങ്ങൾ നൽകുന്നു. ഇതെല്ലാം ദൈവമാണ് നൽകുക. ജോഷുവയുടെ കാലത്തും ന്യായാധിപന്മാരുടെ കാലത്തും ഇസ്രായേൽ ജനത്തെ നയിച്ചത് ദൈവം തന്നെയാണ്, ദൈവം അയക്കുന്ന നേതാക്കന്മാരിലൂടെ. പക്ഷേ കുറേ അങ്ങ് പോയപ്പോഴേക്കും അവർക്ക് തോന്നാൻ തുടങ്ങി, ഇത് പോരാ. പല യുദ്ധങ്ങളിലും അവർ പരാജയപ്പെട്ടു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം തുടങ്ങുമ്പോഴേക്കും നമ്മൾ കാണും, ഇസ്രായേൽക്കാർ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു. അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഉടമ്പടിയുടെ പേടകം പോലും ഫിലിസ്തീയർ ബലമായി പിടിച്ചുകൊണ്ടുപോയി. അഫക്കിലെ പരാജയത്തിലെല്ലാം നഷ്ടപ്പെട്ട ജനം. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. സാമുവേൽ ന്യായാധിപനായി വന്നു, കുറേ കാലത്തേക്ക് ജനത്തെ നയിച്ചു. പക്ഷേ സാമുവേലിനും പ്രായമായി, ഇനി ഇങ്ങനെ പോയാൽ പോരാ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെ ദീർഘമായി പ്രതിപാദിക്കുന്നുണ്ട്.
മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരിക. സാമൂലിന് നേതാവായ സാമൂലിനോട് ജനങ്ങൾ പറഞ്ഞു, മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് രാജാവിനെ വേണം. സാമൂലിന് ആ യാചന ഇഷ്ടമായില്ല. കാരണം ഇസ്രായേൽക്കാർ മറ്റു ജനതകളെ പോലെയല്ല. ഇസ്രായേൽക്കാരുടെ രാജാവ് ദൈവമാണ്. ദൈവമല്ലാതെ മറ്റു രാജാവ് അവർക്കില്ല. അവരെ നയിക്കുന്നത്, അവരെ ഒരു ജനമായി വളർത്തുന്നത് ദൈവമാണ്. പക്ഷേ ഈ തനതാത്മകത, ആ യുണീക്ക്നെസ്, അനന്യത, അത് പോരാ എന്ന് കരുതി മറ്റുള്ളവരെ പോലെ ആകാനുള്ളൊരു ശ്രമം. അവർ നോക്കുമ്പോൾ ഫിലിസ്തീയ രാജാക്കന്മാരുണ്ട്, ഫിലിസ്തീയർക്ക് രാജാക്കന്മാരുണ്ട്, രാജാക്കന്മാർക്ക് സ്ഥിരമായ സൈന്യമുണ്ട്, ശക്തമായ തേരും കുതിരകളും. ഇത്രയും വലിയ സൈന്യം അവർക്കുള്ളത് രാജാക്കന്മാരുള്ളതുകൊണ്ടാണ്. ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേൽക്കാർക്ക് സാധിക്കാതെ പോകുന്നു. അപ്പോൾ യുദ്ധത്തിലെല്ലാം പരാജയപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്കും വേണം രാജാവ്. ഇങ്ങനെ തങ്ങൾക്കൊരു രാജാവ് വേണം എന്ന് പറഞ്ഞത് സാമൂലിന് ഇഷ്ടമായില്ല. പക്ഷേ സാമൂലിനോട് ദൈവം പറയും, അനുവദിച്ചു കൊടുക്കൂ. അവർ നിന്നെയല്ല എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. തങ്ങൾ രാജാവാകുന്നതിൽ നിന്ന് എന്നെ അവർ തിരസ്കരിച്ചു. അതുകൊണ്ട് അവർക്ക് രാജാവിന് വാഴിച്ചു കൊടുക്കുക. പക്ഷേ നീ അവരോട് പറയണം രാജാവ് എന്തൊക്കെയായിരിക്കും ചെയ്യുക. ദീർഘമായിട്ട് പറയും. ഈ സാമൂലിലൂടെ ദൈവം അരുളി ചെയ്യുന്ന രാജാക്കന്മാർ ചെയ്യാൻ പോകുന്നത്, അവർ നിങ്ങളെ സൈനികന്മാരാക്കും, സേനയ്ക്ക് ആളുകളെ എടുക്കും, നിങ്ങളുടെ ദശാംശം അവൻ പിടിച്ചെടുക്കും, നിങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട ആളുകളെയും ആടുകളെയും കുതിരകളെയും സ്ഥലവും എല്ലാം അവർ സ്വന്തമാക്കും. അവസാനം നിങ്ങൾ അവൻ്റെ അടിമകളായിത്തീരും, രാജാവിൻ്റെ. അന്ന് നിങ്ങൾ എന്നെ വിളിച്ച് വിലപിക്കും, പക്ഷേ ഞാനത് കേൾക്കുകയില്ല. എന്നാലും ഞാൻ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് രാജാവിനെ വേണം. അങ്ങനെ അവർ നിർബന്ധിച്ചു രാജാവിനെ ഉണ്ടാക്കി. ആ രാജാവാണ് സാവൂൾ. ദൈവം തന്നെ കൊടുക്കുന്നതാണ് സാവൂളിനെ രാജാവായിട്ട്. പക്ഷേ സാവൂളിൻ്റെ ദൗത്യം ആരംഭം മുതലേ പരാജയപ്പെടുകയായി. ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്ത് അഭിഷേകം ചെയ്തവരാണെങ്കിലും സാവൂൾ അമ്പെ പരാജയപ്പെട്ടു. സാമൂലിൻ്റെ 1-ാം പുസ്തകം അവസാനിക്കുമ്പോഴേക്കും ഗിൽബോവ കുന്നിൽ സാവൂളും സാവൂളിൻ്റെ 3 മക്കളും ഫിലിസ്ത്യരുടെ ആക്രമണത്തിൽ പരാജയപ്പെട്ട് മരിച്ചു വീഴുന്നതാണ് കാണുക. അവരിച്ചെതിരെ എന്നെ കൊല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം വാളിൽ വീണ് മരിക്കുന്ന സാവൂൾ ആകെ പരാജയമായി. രാജഭരണമെന്ന ആ ഒരു പരീക്ഷണം അമ്പെ പരാജയപ്പെട്ടു. അവിടുന്നാണ് പിന്നീട് പുതിയൊരു രാജാവ് വരിക. സാവൂൾ രാജാവായിരിക്കുമ്പോൾ തന്നെ സാമൂൽ വഴി ദൈവം ദാവീദിനെ, ഇടയനായിരുന്ന ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു രാജാവ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ രാജത്വത്തെക്കുറിച്ച് 2 കാഴ്ചപ്പാടുകളുണ്ട് എന്ന് മറക്കരുത്. രാജത്വത്തെ അംഗീകരിക്കുന്ന, രാജത്വം ദൈവത്തിന് ദാനമാണെന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാട് അല്ല, രാജത്വം ദൈവത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്, നിഷേധമാണ് എന്ന് കരുതുന്ന കാഴ്ചപ്പാട്. 2നും അർത്ഥമുണ്ട്. ദാവീദിൻ്റെ കാലത്താണ് ഇസ്രായേൽ ഒരു ജനമായി മാറിയത്, ശക്തമായൊരു ജനം, ഒരു രാഷ്ട്രം. അവർ ചുറ്റുപാടുമുള്ള ജനതകളെ കീഴടക്കി, ശത്രുക്കളെ പരാജയപ്പെടുത്തി സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചു. യൂഫ്രട്ടീസ് നദി മുതൽ മധ്യധരണ്യാഴി വരെ ഉള്ള വിശാലമായ ഭൂപ്രദേശം മുഴുവനും ദാവീദിന് കീഴടക്കാൻ സാധിച്ചു. ഒന്നുകിൽ നേരിട്ട് ഭരിക്കുക, അല്ലെങ്കിൽ സാമന്തന്മാരാക്കി മാറ്റുക. തുടർന്ന് വന്ന സോളമൻ വലിയ മഹാജ്ഞാനിയായിരുന്നു. ശക്തനായ സോളമൻ അതിശക്തമായ സൈന്യത്തെ അദ്ദേഹം കരുപിടിപ്പിച്ചിരുന്നു. ആ സോളമൻ്റെ കാലത്ത് ഫറവോയുടെ മകളുമായി വിവാഹത്തിൽ ഏർപ്പെടാൻ മാത്രം സോളമൻ വളർന്നിരുന്നു. ഒരു കാലത്ത് ഈജിപ്തിലെ അടിമകളായിരുന്നവർ ഇപ്പോൾ ഈജിപ്തിൻ്റെ രാജാവിൻ്റെ മകളെ ഭാര്യയായി സ്വീകരിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു. അപ്പോൾ ഈ രാജഭരണത്തിൽ ഒത്തിരി വളർച്ചയുണ്ടായി. ദാവീദിൻ്റെ ഭരണകാലത്ത് തന്നെയാണ് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനമുണ്ടായത്. സാമൂവേൽ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ ദാവീദിൻ്റെ ഒരു പുത്രൻ വരും, അവൻ എന്നേക്കും ഭരണം നടത്തും എന്നൊക്കെ പറയുന്ന മിശിഹായെ സംബന്ധിച്ച വലിയ പ്രവചനങ്ങൾ, മനുഷ്യരക്ഷയെ മുഴുവനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവചനങ്ങൾ നടക്കുന്ന രാജഭരണകാലത്താണ്. ഈ രാജഭരണകാലത്താണ് ഇസ്രായേൽ ജനമായി തീർന്നത്, അവരുടെ ചരിത്രം എഴുതാൻ തുടങ്ങിയത്, അവർക്ക് ദേവാലയമുണ്ടായത്, അവർക്കൊരു ജനതകളുടെ മധ്യത്തിൽ സ്ഥാനമുണ്ടായത്. രക്ഷാചരിത്രത്തിൻ്റെ നിർണായകമായ ഘടകമായിരുന്നു രാജഭരണം. പക്ഷേ മറന്നുപോയ ഒരു കാര്യം, ഈ രാജഭരണകാലത്ത് ദൈവമാണ് രാജാവ് എന്നുള്ള കാര്യം അവർ മറന്നുപോയി. രാജാവ് തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ പണിത കൂട്ടത്തിൽ ദൈവത്തിനു വേണ്ടിയും ഒരാലയം പണിതു. സോളമൻ മനോഹരമായൊരു ദേവാലയം പണിതു. മനോഹരമായ ദേവാലയത്തിൻ്റെ ഏറ്റവും ഉള്ളറയിൽ, അന്ധകാരപൂർണമായ ഇരുട്ടറയിൽ ഉടമ്പടിയുടെ പേടകം സ്ഥാപിച്ചു. ദൈവം അവിടെ സിംഹാസനത്തായിരിക്കുമെന്ന് വിചാരിച്ചു. കാലക്രമത്തിൽ ദൈവം ഈ രാജാവിൻ്റെ ചാപ്പലായ, പ്രൈവറ്റ് ചാപ്പലായ ദേവാലയത്തിൻ്റെ ഉള്ളറയിൽ മാത്രമാണ് വസിക്കുന്നതെന്നും ബാക്കിയൊന്നും കാണുന്നില്ല എന്നും ഒരു ചിന്താഗതി കടന്നു വന്നു. ഇപ്പോൾ രാജഭരണം മുന്നേറുമ്പോൾ ദൈവം രാജാവെന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി ദൈവത്തിൻ്റെ ദാസനായ മനുഷ്യരാജാവായി തീർന്നു. ഇനി രാജാവിനെ പോലെ കാണുമ്പോൾ ദൈവത്തെയും രാജാവായി കാണുന്നു. രാജാവിന് ആവശ്യം കാഴ്ചവസ്തുക്കളാണ്. ഇങ്ങനെ ദൈവത്തെ കാണാൻ ആവശ്യപ്പെടുന്നവർ, ആഗ്രഹിക്കുന്നവർ കാഴ്ചവസ്തുക്കളുമായി ജെറൂസലത്തേക്ക് വരണം, തീർത്ഥാടനം നടക്കണം, ബലിയർപ്പിക്കണം എന്നൊക്കെയായി. അതോടൊപ്പം ബലിയർപ്പണത്തിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മനുഷ്യഹൃദയത്തിൽ ഉടമ്പടി അനുസരിച്ചുള്ളൊരു ജീവിതമില്ലാണ്ടായിത്തീർന്നു. അപ്പോൾ ഉടമ്പടി അനുസരിച്ചുള്ള ജീവിതവും ആഘോഷവും തമ്മിൽ വ്യവച്ഛേദിക്കപ്പെട്ടു. മതം രാഷ്ട്രീയത്തിന് കീഴ്വഴങ്ങി. ദൈവം സോളമൻ്റെ ഒരു പ്രൈവറ്റ് ചാപ്പലിലെ ഒരു ദൈവമായി മാറി മനുഷ്യൻ്റെ ചിന്തയിൽ. അപ്പോഴേ ദൈവത്തെ ഒരുമാതിരി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതുപോലെ, ദൈവത്തെ മെരുക്കിയെടുത്തതുപോലെ തോന്നും.
ഇപ്പോൾ രാജഭരണം കടന്നു വന്നപ്പോൾ സാവകാശം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റമുണ്ടായി. ഇവിടെയാണ് അതിശക്തമായ വചനങ്ങളുമായി പ്രതിഷേധങ്ങളുമായി പ്രവാചകന്മാർ അഗ്നിജ്വലിക്കുന്ന അമ്പുകൾ പോലെയുള്ള വാക്കുകളുമായി കടന്നു വരിക. അപ്പോൾ ആ പ്രവാചകന്മാർ പറയും, ഈ രാജാക്കന്മാരല്ല പ്രധാനം, ഈ രാജാക്കന്മാർ ഒരു ഉപകരണങ്ങൾ മാത്രമാണ്, ദൈവത്തെ ദാസന്മാരാണ്. ദൈവം തന്നെ രാജാവായി വാഴുന്നൊരു കാലമുണ്ടാവും. പക്ഷെ അത് സ്വീകരിക്കാൻ സന്നദ്ധമായതുകൊണ്ട് ഈ രാജഭരണവും രാജകൊട്ടാരവും രാജാവ് പണിത ദേവാലയം എല്ലാം ദൈവം തല്ലി തകർക്കുകയായി. BC 587 BC 587 ജെറൂസലം നശിപ്പിക്കപ്പെട്ടു. ജെറൂസലം ദേവാലയം അഗ്നിക്കരയായി. രാജാവിൻ്റെ 2 കണ്ണും ചുഴന്നെടുത്ത് കഴുത്തിൽ ചങ്ങലയും ഇട്ട് 2500 കിലോമീറ്റർ അകലെയുള്ള ബാബിലോണിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ടുപോയി. എല്ലാം തകർന്നു. അപ്പോൾ രാജഭരണം അവിടെയെല്ലാം പരാജയപ്പെടുകയാണ്. രാജാവ് ദൈവമാണെന്നുള്ള ചിന്ത മറന്ന് ഭൗതികമായ രാജാവിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചെടുത്ത് എല്ലാം പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പുതിയ രാജ്യത്തെക്കുറിച്ച് രാജാവിനെക്കുറിച്ചുമുള്ള ചിന്തകൾ കടന്നു വരിക. ഏശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയും സദ്വാർത്ത അറിയിക്കുന്നതിനെക്കുറിച്ച്. ഇതാ നിന്റെ ദൈവം രാജാവായിരിക്കുന്നു. ഇതാണ് സദ്വാർത്ത. യുവർ ഗാഡ് ഈസ് കിങ്. മലാഖ് യാഹ്വേ, നിന്റെ ദൈവം രാജാവായിരിക്കുന്നു. രാജാവ് ഈ ഭൂമിയിലെ ഒരു മനുഷ്യനല്ല, ദൈവമാണ്. എന്താണ് രാജാവിൻ്റെ കടമ? എന്താണ് രാജാവ് ചെയ്യുന്നത്? രാജാവ് സംരക്ഷണം നൽകുന്നു, എല്ലാവരെയും പരിപാലിക്കുന്നു. ശത്രുക്കളും സംരക്ഷണം, ജനതകൾക്ക് പരിപാലനം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കണം. ഇതാണ് ദൈവം രാജാവാകുന്നു. അപ്പോൾ ദൈവം രാജാവാണ് എന്ന ആ ഒരു കാഴ്ചപ്പാട് ഏശയ്യ കൊണ്ടുവന്നു. പിന്നീട് ദൈവരാജ്യം എന്നൊരു ചിന്തയിലേക്ക് കടന്നു വരികയായി. പിന്നെ അങ്ങോട്ടുള്ളത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ഈ പ്രതീക്ഷകളാണ് വാസ്തവത്തിൽ യേശുവിൽ പൂർത്തിയാവുക. യേശു കടന്നു വരുന്നത്, യേശുവിന് മുമ്പേ കടന്നു വന്ന യോഹന്നാൻ തന്നെ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു കടന്നു വരുമ്പോൾ പറയുന്നത് മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, വിശ്വസിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പ്രഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ രാജാവായി സ്വീകരിക്കുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക ഒരു ഭൂവിഭാഗമല്ല. നമ്മൾ രാജരാജ്യം എന്ന് പറയുന്നത് ഭാരത രാജ്യം എന്ന് പറയുന്നത് പോലെയോ റോമരാജ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലമല്ല. ഇതൊരു ഭരണമാണ് അഥവാ ഒരു സംവിധാനമാണ്. ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ പൂർണ്ണമായി നടപ്പാകുന്നതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുക. ആ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ് യേശു എന്ന രാജാവ്. എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ വിശുദ്ധ പൗലോസ് റോമക്കാർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതി, സമാധാനം, സന്തോഷം, ഇതാണ് ദൈവരാജ്യം. ഇതാണ് യേശു പ്രഘോഷിച്ചത്. ആ ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു, ആസന്നമായിരിക്കുന്നു, വാതിൽ തുറക്കൂ, ഇത് വാതിൽക്കൽ വന്ന് മുട്ടുന്നു. നേരം വെളുത്തില്ല എന്ന് കരുതി, രാത്രിയാണെന്ന് കരുതി കിടന്നുറങ്ങുന്നവനെ വിളിച്ചു പറയുകയാണ്, മോനെ കണ്ണു വാതിൽ തുറക്ക്, ഇതാ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. വാതിലും ജനലും തുറക്കുമ്പോൾ പ്രകാശം കടന്നു വരും. ഇതാണ് പറയുക, ദൈവം ഇതാ നിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ഹൃദയവാതിൽക്കൽ, ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഹൃദയവാതിൽക്കൽ മുട്ടുകയാണ്. തുറക്കുവിൻ, ഇതാ ദൈവരാജ്യം കടന്നു വരുന്നു. എന്ത്, എങ്ങനെ? സമാധാനമായി, ശാന്തിയായി, സന്തോഷമായി, സ്നേഹമായി, നീതിയായി. ഇതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സ്നേഹവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അത് സ്വീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഒന്നേയുള്ളൂ, ഹൃദയ പരിവർത്തനമുണ്ടാകണം, മാനസാന്തരപ്പെടണം. മെത്താനോയേയിൻ എന്ന് പറയും ഗ്രീക്കിൽ, ഷൂബ് എന്ന് ഹീബ്രുവിൽ പറയും. മെത്താനോയേയിൻ, ഒരു പുതിയ ഹൃദയമുണ്ടാവുക. ഒരു ദിവസം കാണുകയുണ്ടായി, ജോയൽ പ്രവാചകൻ, വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. ഒരു പുതിയ ഹൃദയമുണ്ടാകണം, ഒരു പുതിയ മനുഷ്യനാവണം, അതാണ് പ്രധാനം. മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം, നിങ്ങളുടെ പ്രയോറിറ്റികളിൽ, നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ മാറ്റമുണ്ടാകണം. പിടിച്ചെടുക്കുക, അടക്കി ഭരിക്കുക, അതല്ല ആവശ്യം. വിട്ടുകൊടുക്കുക, സ്വീകരിക്കുക, സഹോദരനായി, സഹോദരിയായി. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ വിനീതനായി ചരിക്കുക. മിഖായിലൂടെ പറഞ്ഞു, നീതി, കാരുണ്യം, വിശ്വസ്തത യേശു പഠിപ്പിച്ചു. ഇതാണ് ദൈവരാജ്യം. യേശു ക്രിസ്തുവിനെ രാജാവെന്ന് പ്രഘോഷിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതും സഭ കാണുന്നതും ഈ പ്രപഞ്ചം മുഴുവനും, ഈ മനുഷ്യ സമൂഹം മുഴുവനും ഇപ്രകാരമുള്ള നീതിയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും സമാധാനത്തിലും ഒന്നിക്കുന്ന ഒരു സംവിധാനമാണ്. അതാരെങ്കിലും ആരുടെയെങ്കിലും ഭരണം അടിച്ചേൽപ്പിക്കുകയല്ല. ക്രിസ്ത്യാനികൾ മറ്റു മതങ്ങളെയെല്ലാം അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നുള്ള ചിന്ത തന്നെ വിഡ്ഢിത്തമാണ്. ആരും ആരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. ആധിപത്യം ഒരുവന് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ. ആ ദൈവത്തിൻ്റെ ആധിപത്യം ദാസൻ്റേതുപോലെയാണ്, കാല് കഴുകുന്ന അധികാരം. ഇപ്പോൾ ക്രിസ്തുവിനെ രാജാവായി അംഗീകരിക്കുന്ന സ്നേഹത്തെ രാജാവായി അംഗീകരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ, യേശു ക്രിസ്തു സ്നേഹമാണ്. എല്ലാവരെയും സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന, എല്ലാവർക്കും നീതി ലഭിക്കുന്ന, എല്ലാവർക്കും അവകാശം ലഭിക്കുന്ന,
ഒരു മനുഷ്യൻ പോലും ഇവിടെ അടിമയായി പരിഗണിക്കപ്പെടാത്ത, ഒരു മനുഷ്യൻ പോലും ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടന്ന് മരിക്കാൻ ഇടയാകാത്ത, ആരും ആരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കാത്ത, ആരും ആരെയും ചൂഷണം ചെയ്യാത്ത ആ ഒരു സംവിധാനം. ഇതാണ് യേശു പറയുക, സമാധാനം, ഈ ദൈവരാജ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ രാജാവെന്ന് വിശേഷിപ്പിക്കുക. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണും, ഒരു രാജ്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11-16 വാക്യങ്ങൾ. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുവസ്ത്രങ്ങൾ അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവനവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക അവൻ ചവിട്ടുകയും ചെയ്യും. അവൻ്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ടൊരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ. നീതി പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുക. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ ചരിത്രം മുഴുവനും നീങ്ങുന്നത്. കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്രകാരമുള്ള ഈ രാജ്യത്വത്തെക്കുറിച്ച്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 20-28 വാക്യങ്ങളാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായ ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താങ്കളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി അവൻ്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു. അപ്പോൾ എല്ലാ തിന്മയും അവസാനിക്കുന്ന, എല്ലാ ആധിപത്യങ്ങളും അവസാനിക്കുന്ന, ദൈവം എല്ലാവരിലുമാകുക, ദൈവം എല്ലാമായിത്തീരുന്ന ആ ഒരു ഭാവിയെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച്, ക്രിസ്തു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുക. ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇതൊരു ഭീരുവിൻ്റെ വ്യർത്ഥ സ്വപ്നമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം, ആ വാഗ്ദാനം യാഥാർത്ഥ്യമാവുകയെ തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പാഴായി പോവുകയില്ല. നമ്മളിതിനു വേണ്ടിയാണ് കാത്തിരിക്കുക. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ ഈ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. യേശു ക്രിസ്തു രാജാവായി മാറുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യത്വം അംഗീകരിക്കപ്പെടുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടാവുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഇതാണ് ദൈവരാജ്യം. ഇതാണ് ക്രിസ്തു പ്രഘോഷിക്കുന്ന, ക്രിസ്തു ഇവിടെ സ്ഥാപിക്കുന്ന രാജ്യം. യേശുവിനെ രാജാവായി ഏറ്റുപറയുമ്പോൾ ഏതെങ്കിലും ഭൗതികമായൊരു രാഷ്ട്രീയ സ്ഥാപനമല്ല ഇവിടെ ഉദ്ദേശിക്കുക. മറ്റൊരാളുടെ മേൽ ഏതെങ്കിലും ആധിപത്യം അടിച്ചേൽപ്പിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരു അധികാര സംവിധാനമല്ല. ഇവിടെ സാഹോദര്യം, എല്ലാവർക്കും തുല്യമായ അവകാശം, സംരക്ഷണം, ഈ ഒരു സംവിധാനമാണ് യേശു കൊണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് എത്രയോ ഉദാഹരണങ്ങളിലൂടെ യേശു നമ്മളെ പഠിപ്പിച്ചു. ദൈവരാജ്യത്തിൻ്റെ കഥകൾ ധാരാളം. ഇപ്പോഴേ യേശുവിനെ രാജാവായി ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ മനോഭാവം, ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് ശ്രമിക്കണം. അതല്ലാതെ ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് പറയുകയും ഈ ക്രിസ്തുരാജൻ്റെ കൊടിയും പിടിച്ചു മറ്റവർക്കെതിരെ യുദ്ധത്തിന് പോവുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ രാജ്യത്വമാവുകയില്ല. ക്രിസ്തുരാജൻ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വാഴുന്നവരാണ്, ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ ഹൃദയത്തിൽ രാജാവായി സ്വീകരിക്കുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ പരസ്പരം പടവെട്ടാൻ സാധിക്കും. ഒരേ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ, ഒരേ ദൈവത്തിൻ്റെ രാജ്യത്വമാണ് നമ്മൾ ഏറ്റുപറയുന്നതെങ്കിൽ എന്തിനു നമ്മൾ കലഹിക്കണം? പരസ്പരം സ്നേഹിതരായി അല്ല, സഹോദരങ്ങളായി കാണുക. ഒരേ ദൈവത്തിൻ്റെ പ്രജകളായി ആ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയായി, സമാധാനമായി, നിരന്തരമായ, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമായി വളരെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുമ്പോൾ ഈ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ രാജാവായി ഏറ്റുപറയുന്നു. രാജ്യത്വം ഇവിടെ സ്ഥാപിതമാകുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ തീക്ഷ്ണമായി
പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമായി കർത്താവെ ഈ രാജ്യം ഇവിടെ യാഥാർത്ഥ്യമാക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ രാജാവായി ഏറ്റുപറയുമ്പോൾ ഇതൊരു ഭൗതികമായ രാഷ്ട്രമോ രാജ്യമോ അല്ല, ഹൃദയത്തിൻ്റെ ഐക്യമാണ്. ദൈവത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഭരണമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്രകാരമുള്ള സ്നേഹത്തിൽ എല്ലാവരെയും നീതിയിലും സമാധാനത്തിലും ശാന്തിയിലും സ്നേഹത്തിലും എല്ലാവരെയും ഒന്നിപ്പിക്കണമേ. എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ ലോകത്തിൽ ശക്തമായി പ്രവർത്തിച്ച് തിന്മയുടെ എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തി അങ്ങയുടെ രാജ്യം, അങ്ങയുടെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ലോകത്ത് സ്ഥാപിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.